ഹായ് നമസ്കാരം. ഞാൻ ഉമർകുട്ടി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഡീൽ ചെയ്യാൻ പറ്റുമോ അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കമന്റ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ട് അതിനുള്ള റീപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്ക് ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് പലരും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഒരിക്കൽ കൂടി ജസ്റ്റ് നിങ്ങളോട് പറയുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങൾക്ക് അക്ഷയ സെൻറ്റർ മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. യൂട്യൂബിലൊക്കെ പല തരത്തിലുള്ള ഇഗ്നോയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് പിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതാണ്. പിന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും അടുത്ത ഡൗട്ടായിട്ട് വരുന്നതാണ്, എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഏത് ഇഗ്നോ അല്ല, ഏത് യൂണിവേഴ്സിറ്റിയോ ഏത് കോളേജോ ആവട്ടെ, ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും അതിൽ നിങ്ങളെ അഭിരുചി, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ തൊഴിൽ സാധ്യത, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പേര് കൊണ്ട് ഒരു വലിയ പേര്, അല്ലെങ്കിൽ നല്ല ഗുമ്മുള്ള പേര് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഫീൽഡിൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ചില ഇയറിൽ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരുപക്ഷെ എല്ലാ സബ്ജക്റ്റും സെയിം ആയിരിക്കാം. പക്ഷെ സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള അവസരം വരാറുണ്ട്. അഥവാ ഒരു 10 സബ്ജക്റ്റ് വന്നിട്ട് അതിൽ നിങ്ങൾക്ക് 5 എണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 എണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, 2 എണ്ണം കമ്പൽസറി ആണെന്ന് പറയും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 3 കോഴ്സുകൾ, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആവുന്നത് ആ കോഴ്സുകൾ സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്കോളജി തന്നെ പി ജി എടുക്കുന്ന സമയത്ത് 2 തരത്തിൽ സെക്കൻഡ് ഇയറിൽ 3 കാറ്റഗറി ആയിട്ട് വരാറുണ്ട്. ക്ലിനിക്കല്, അതുപോലെ തന്നെ കൗൺസിലിംഗ്, ഇൻഡസ്ട്രിയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ സബ്ജക്റ്റ് എങ്ങനെ കിട്ടുന്നു വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോസ്പെക്ട്സും, അതുപോലെ തന്നെ നിങ്ങളെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ പ്രോസ്പെക്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ നോക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അതിൽ റീപ്ലൈ തരാം. കാരണം എല്ലാവർക്കും റിപ്ലൈ തരൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ അടുത്ത ഡൗട്ടായിട്ട് വരുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പലരും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ കോഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആരാണ് നമ്മളെ അറിയിക്കാറെന്ന് ചോദിക്കാറുണ്ട്. പലരും അങ്ങനെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഇന്നത്തെ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, നിങ്ങൾ അതാത് സ്റ്റഡി സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളെ തൊട്ടടുത്തുള്ള, ഒരുപക്ഷെ നിങ്ങളെ തൊട്ടടുത്തുള്ള ഒരു കോളേജ് ആയിരിക്കാം. ആ കോളേജിൽ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററിൽ കോഴ്സ് കോർഡിനേറ്റർ ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സിൻ്റെ കോർഡിനേറ്റർ ഉണ്ടാവും. അവരെ ഡയറക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അവരെ നമ്പറോ നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം എന്ന് പറയുന്നത്, ഒന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്ക് അറിയാം, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ കോഴ്സ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഇതിന് ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റഡി സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിൻ്റെ സഹായം കൂടി നിങ്ങൾക്ക് തേടാവുന്നതാണ്. കാരണം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വഴിയും വരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ഡൗട്ട് വരുന്നത് അസൈൻമെന്റ് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പലരും അസൈൻമെന്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാന്ന് ചിലപ്പോൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അറിയാനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത്. കാരണം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്ന് അസൈൻമെന്റ് സബ്മിറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ്, ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മന്ത് ആണോ അല്ലെങ്കിൽ ഏത് ഇയർ ആണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, ആ ഇയറിൽ അസൈൻമെന്റ് ഇതിന്റെ ലിങ്കിൽ പോവുകയാണെങ്കിൽ, ഇഗ്നോന്റെ വെബ്സൈറ്റിൽ അസൈൻമെന്റ് ലിങ്ക് പോവുകയാണെങ്കിൽ
അവിടെ നിന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്ത്, ഇപ്പോൾ 2023 ജൂലൈ ആണെങ്കിൽ 2023 ജൂലൈ എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് നിങ്ങൾ നോക്കുക, കോഴ്സ് കോഡ് നോക്കുക, സബ്ജക്റ്റ് കോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതിയിട്ട് അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കൊടുക്കാവുന്നതാണ്. അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോഴ്സ് കോർഡിനേറ്ററോട് സംസാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ എങ്ങനെയാണ്, എത്ര പേജ് എഴുതണം, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ എഴുതണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. കമ്പൽസറി ആയ കോഴ്സ് കമ്പൽസറി ആയ സബ്ജക്റ്റ് നിർബന്ധമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ്, ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളും നിങ്ങൾ സെലക്ട് ചെയ്യുക. അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 30 2024 ജനുവരി 30 നീട്ടി കിട്ടാം എങ്കിൽ പോലും 30 മുമ്പ് തന്നെ പരമാവധി അഡ്മിഷൻ എടുത്തു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പരമാവധി ഉള്ള സമയത്തിനുള്ളിൽ നമുക്ക് കമൻറ്റിന് മറുപടി തരാം. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ, നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.